നമസ്കാരം. ഞാൻ ബാംഗ്ലൂരിൽ പോയത് ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഈ യാത്രയിൽ നിൽക്കുമ്പോ അവിടെയുള്ള 200 വീടുകൾ ബുൾഡോസറുകൾ കയറിപ്പോയി. അതേടാ ആ ബുൾഡോസറുകൾ കയറിയിറങ്ങി പോയ സ്ഥലങ്ങളിലെ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ വഴി കിടക്കുമ്പോൾ അവിടെ പോയിട്ട് കർണാടകയിൽ പോയി ഇംഗ്ലീഷ് പറഞ്ഞ് അവിടുത്തെ മാധ്യമങ്ങളടക്കം എയറിലേക്ക് കയറ്റിവിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ മലയാളികളും റഹീം എന്ന ഈ ലുട്ടാപ്പി റഹീമിനെ ഒരുപാട് ഇട്ട് കളിയാക്കി ട്രോളൊക്കെ ചെയ്ത് അങ്ങ് ബഹിരാകാശത്തേക്ക് പോയി താഴേക്ക് വന്നില്ല. അതിൻ്റെ ആ സമയമാവുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ പിന്നെയും പോയി ചാടിക്കൊടുത്തിരിക്കുകയാണ്. ഇതെവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ തന്നെ സ്വന്തം സ്ഥലമായിട്ടുള്ള വെഞ്ഞാറമൂട് വേടൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. വേടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആളുകൾ വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു വേദി രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു ആയുധം, ഒരു അവസരമാക്കി മാറ്റുകയായിരുന്നു അവിടെ റഹീം ചെയ്തത്. അവിടെ വന്നിരുന്നിട്ട് ഈ രാഷ്ട്രീയം പറയാനാണ് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ വേടൻ്റെ രാഷ്ട്രീയം അതിനോട് ചേർന്ന് പോകുന്നതായിരിക്കാം. അതിനാൽ അയാൾ അതിനെ എതിർത്തൊന്നുമില്ല. പക്ഷേ അവിടെ ആ കാണാൻ വന്നിരുന്ന ആളുകൾ അവർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ കർണാടകയിലെ ബാംഗ്ലൂരിലെ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ സദസ്സിൽ നിന്ന് ചിലരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, തള്ളു ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ രാജ്യസഭാ MP കൊടുക്കേണ്ട മറുപടിയല്ല റഹീം തിരിച്ചു പറയുന്നത്. അതേടാ തള്ളു എന്നൊക്കെ പറയും എന്ന രീതി, അതേടാ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്രയും ആളുകളുടെ മുന്നിൽ അയാൾ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. അയാൾ ആരാണ് എന്ന ബോധ്യം മറ്റാർക്കും ഇല്ലെങ്കിലും സ്വയമെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. റഹീമിൻ്റെ നാവ് കുഴയുന്നുണ്ട്. ആ റഹീമിൻ്റെ ശരീരഭാഷയിലും എന്തോ അസാധാരണമായ എന്തോ ഉണ്ട്. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ താഴെ നിരവധി കമൻറ്റുകളുണ്ട്. ഫിറ്റാണോ, അടിച്ച് കോൺതെറ്റ് നിൽക്കുകയാണ്, വേടൻ്റെ കൂടെ അല്ലേ കമ്പനി, വേടൻ അടിക്കുന്ന കണക്ക് മറ്റെന്തെങ്കിലും പുകച്ചോ, ആൾ നോർമലല്ല എന്ന് തോന്നുന്നു. അങ്ങനെ നിരവധി കമൻറ്റുകൾ ഇതിൻ്റെ താഴെയായിട്ടുണ്ട്. നമുക്കും സംശയം തോന്നും റഹീം ശരിക്കും വല്ലതും അടിച്ച് ഫിറ്റായിട്ടാണോ വന്നിരിക്കുന്നതെന്ന്. മാത്രമല്ല അതിൻ്റെ അവസാനമാകുന്ന സമയത്തേക്കും ഈ സദസ്സിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്, വല്ലപ്പോഴും പുറത്തിറങ്ങി ചിലക്കിട എന്നാണോ അതോ പുറത്തിറങ്ങിപ്പോയി ചിലക്കിട എന്നാണോ അറിഞ്ഞുകൂടാ. എന്തായാലും കളിയാക്കുന്ന തരത്തിലുള്ള വിളിച്ചുകൂവിയ ഡയലോഗാണ് അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ചമ്മുന്നുണ്ട് അവിടെ റഹീം എന്ന വ്യക്തി. അയാൾക്കൊരു ആവശ്യമില്ലാത്ത ഒരു വേദിയാണത്. കാരണം അതൊരു രാഷ്ട്രീയ പ്രചരണ വേദിയൊന്നുമല്ല. വേടൻ പാടാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്, അയാൾ റാപ്പ് നടത്താൻ വേണ്ടി വന്നതാണ്. അവിടെയാണ് കയറി മൈക്കെടുത്തിട്ട് അയാൾ കർണാടകയിൽ ബാംഗ്ലൂരിൽ പോയി തള്ളിമറിച്ച കാര്യം പറയാൻ വരികയും അത് തന്നെ തുടക്കത്തിൽ തെയ്യുന്നു. പിന്നീട് അതിൻ്റെ വിശദീകരണമൊക്കെ ബാക്കിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതൊന്നും കാണിച്ചിട്ടില്ല. അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേദി അയാളങ്ങ് കർണാടകയിൽ പോയി ബാംഗ്ലൂരിൽ പോയി ഇത് ഇന്ത്യ മുഴുവൻ വാർത്തയാക്കാൻ ഞാനാണ് കാരണക്കാരനായത്, എൻ്റെ ഭാഷേനെ അവർ കളിയാക്കുന്നു, അത് സാരമില്ല, അത് വാർത്തയായല്ലോ എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ബാക്കിയുള്ള ആളുകളെല്ലാം അയാളെ കൂവുകയും ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ വീണ്ടും ഒരു അപമാനം ഏറ്റിരിക്കുകയാണ് റഹീം. അത് ചോദിച്ചു വാങ്ങിയതാണ് തീർച്ചയായിട്ടും. കാരണം എവിടെയാണ് എന്താണ് പറയേണ്ടത് എന്നതിനെപ്പറ്റി കൃത്യമായും ഒരു പൊതുപ്രവർത്തകന് ബോധ്യമുണ്ടായിരിക്കണം. അയാൾ ഒരു സാധാരണ SFIക്കാരനോ DYFIക്കാരനോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരെന്ത് കാണിച്ചാലും കുഴപ്പമില്ല, അവരങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് കൂട്ടാം. പക്ഷേ പാർലമെൻറ്റിൽ അവിടെ രാജ്യസഭയിൽ ഒരംഗമായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ മാന്യത കാണിക്കണം പെരുമാറ്റത്തിലും സംസാരത്തിലും. അതവിടെ ഉണ്ടായില്ല എന്ന് കാണാം. അതുകൊണ്ടാണ് ആളുകൾ വളരെയേറെ മോശമായ തരത്തിലാണ് ഇയാൾ ഫിറ്റാണോ, ലുട്ടാപ്പി അടിച്ച് കോൺതെറ്റി നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള കമൻറ്റുകൾ ധാരാളം വരുന്നുണ്ട്. ആർക്കും ഒരു സംശയം തോന്നും ഇയാൾ വെള്ളമടിച്ചിട്ടാണോ സ്റ്റേജിൽ കയറിയതെന്ന്. ഇതിനെല്ലാം കാരണം അയാളുടെ മോശം പെരുമാറ്റം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവരുടെ ഭാഷ മാത്രമല്ല പ്രശ്നം, ഇവരുടെ പ്രവൃത്തിയും വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ ഈ പൊതുപ്രവർത്തനം നടത്തുന്നവർ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഈ റഹീമിൻ്റെ ഈ ഒരു കാട്ടായം കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.